ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 58 റിവ്യൂ ആണ്. ജാസ്മിൻ ഗബ്രി ആ ഒരു കോംബോ അത് തന്നെയാണ് ഇന്നത്തെ സംസാര വിഷയം. അപ്പോൾ ആ ഒരു കോംബോ ബ്രേക്ക് ആവുന്ന സമയത്ത് ജാസ്മിന്റെ ഗെയിം ചേഞ്ച് ആവും, ഇൻഡിവിജ്വൽ ഗെയിം വരും, ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ ഹൗസിൽ ഉണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷകളോടെയാണ് ഇന്നത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ഇന്നത്തെ ലൈവ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു സംഗതി, ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും ഗെയിം ചേഞ്ച് ആയി. ആ ഒരു ഒറ്റ കോംബോ മാറി ഗബ്രി പുറത്ത് പോയപ്പോഴത്തേന് ബാക്കിയുള്ള ആളുകളുടെ കംപ്ലീറ്റ് ഗെയിം ചേഞ്ച് ആയി. അല്ല എന്നുണ്ടെങ്കിൽ ഇവര് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജാസ്മിൻ ആൻഡ് ഗബ്രി ഇരിക്കുന്ന കോർണറിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഈ സമൂഹത്തിന്റെ ക്രോസ് സെക്ഷനാണ് പലപ്പോഴും ബിഗ് ബോസിൽ പോകുന്ന മത്സരാർത്ഥികൾ, അവർ നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണ്. കാരണം അവരെ അസ്വസ്ഥമാക്കിയിരുന്ന, അവരുടെ ഗെയിമിന് ഏറ്റവും വലിയ തടസ്സമായി നിന്നിരുന്നത് ആ രണ്ടാളുകൾ ചേർന്നിരിക്കുന്നതായിരുന്നു. ഇന്നിപ്പം ഈ ഒരു നോമിനേഷൻ വന്നു. ഈ ഒരു നോമിനേഷനിൽ ഗബ്രി പുറത്തു പോയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുക എന്തായിരിക്കും? തെറ്റിദ്ധരിപ്പിക്കൽ, ക്ലാരിറ്റി കൊടുക്കാതിരിക്കൽ, വഴി തെറ്റിക്കൽ എന്നീ കാരണങ്ങളുമായി 10 വോട്ടുകളോടെ ഗബ്രി, ബാക്കി വോട്ടുകളോടെ ജാസ്മിൻ. ഇന്നും വീണ്ടും സെയിം കഥ ആവർത്തിച്ചേനെ. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിഹാരമായിരുന്നു ഗബ്രിയുടെ പുറത്തുപോക്ക്. ഇതിനകത്ത് ശരിക്കും ഷോയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗെയിമുണ്ട്. ആ ഒരു ഗെയിമിൽ അവരിങ്ങനെ ഗെയിമിന്റെ ഫ്യൂച്ചർ നോക്കുന്ന സമയത്താണ് പല കണ്ടസ്റ്റൻസും പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഔട്ടായി പോകുന്നത്. ഗബ്രിയും അങ്ങനെ പുറത്തേക്ക് പോയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ജാസ്മിൻ ഗബ്രി കോംബോ അവര് കണ്ടന്റ് ഉണ്ടാക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഷോയുടെ മുന്നോട്ടേക്ക് പോക്ക്, ഇത്രയധികം ആളുകൾക്ക് പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യം, അവർ പെർഫോം ചെയ്യാതിരിക്കുന്ന സമയത്ത് അതിന് തടസ്സമായി നിൽക്കുന്നത് ആരാണോ അവരെ പുറത്താക്കാനായിട്ടുള്ള ഒരു ഗെയിം അവിടെ ഷോയുടെ ഭാഗത്ത് നിന്ന് കളിക്കും. അപ്പോൾ അങ്ങനെ ഗബ്രി പുറത്തു പോയപ്പോഴത്തേനും ഗെയിം മൊത്തത്തിൽ മാറി. ഗബ്രി പുറത്തു പോയ സമയത്ത് ഗെയിം മാറി എന്നുണ്ടെങ്കിലും സഹിക്കാൻ പറ്റാത്ത മറ്റൊരു സംഗതിയുണ്ട്. ഈ ജബ്രി പ്രേമലു ആയിരുന്നു കുറച്ചും കൂടെ നമുക്ക് സഹിക്കാൻ പറ്റുന്നത്. ഈ വിരഹലു തീരെ പറ്റത്തില്ല. ഗബ്രി നീ പോയിട്ടില്ല, നീ ഇവിടെ എവിടെയോ ഉണ്ട്, നീ സീക്രട്ട് റൂമിലിരുന്ന് പുട്ടും കടലയും കഴിക്കുന്ന വൈബ് എനിക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിൽ ജാസ്മിൻ എന്തോരം ക്രിഞ്ചാണ്, ഒരു രക്ഷയില്ല. ഫോട്ടോ എടുത്ത് നെഞ്ചോടണയ്ക്കുന്നു. എന്നെ നീ കൊണ്ടുപോവാത്തത് എന്താണ്? പട്ടായ്ക്ക് ടൂർ പോയതാണല്ലോ, എവിക്റ്റായി പോയതാണ്. അമ്മാതിരി ക്രിഞ്ച് സാധനങ്ങൾ. അതേപോലെ പല സാഹചര്യങ്ങളിലും അഭിനയിച്ച് തകർക്കുന്നത് പോലെ ഫീൽ ചെയ്തു. അത് ഗബ്രിയെ കാണിക്കാനാണോ പ്രേക്ഷകരെ കാണിക്കാനാണോ എന്ന ഡൗട്ട് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഒരാൾക്ക് തോന്നും. ആ ഒരു ഡ്രസ്സൊക്കെ, ഗബ്രിയുടെ അലക്കാത്ത ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു പരിപാടിയൊക്കെ എനിക്ക് നല്ല രീതിയിൽ വെറുത്തു. ത്രൂ ഔട്ട് ലൈവിലുണ്ടായിരുന്ന ഇങ്ങനെയുള്ള ക്രിഞ്ച് സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇണക്കിയാണ് എപ്പിസോഡ് ഉണ്ടാക്കിയത്. റസ്മിൻ ഇതൊക്കെ കണ്ടിട്ട് ഡൗട്ട് തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ ലൈവ് ഞാൻ കണ്ട സമയത്ത് അതെന്താണ് റസ്മിൻ ഇങ്ങനെ ഒരു ഗെയിം മാറ്റുന്നതെന്ന് തോന്നി. പക്ഷേ ഈ പറയുന്ന പരിപാടി കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഡൗട്ട് തോന്നിപ്പോകും. പിന്നീട് എപ്പിസോഡിൽ ഉണ്ടായിരുന്ന എന്താണ് പ്രധാനമായിട്ട്, അത് മറ്റേ ഋഷി തത്തുമ്മ, ക്യാപ്റ്റൻ തത്തുമ്മ നല്ലതായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ആൾക്കാരുടെ മുമ്പിൽ പോയി പാടും. അത് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അൻസിബെ നോറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അയാൾ അതേപടി തന്നെ അവിടെ പോയി പാടും. ഇനിയിപ്പം പ്രോപ്പറായിട്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ മോർണിംഗ് സോങ് കേട്ടില്ല, കൂടുതൽ മറ്റേ ജാസ്മിൻ്റെ ക്രിഞ്ചുകളൊക്കെ ആയിരുന്നു. റസ്മിൻ ചോദിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. 2 സാധ്യതകളാണുള്ളത്. ഗബ്രി പോയി, അതുകൊണ്ട് റസ്മിൻ ഈസി ആയിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ, ഗബ്രിയുടെ ഭീഷണി കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഗെയിം മാറ്റിയതാവാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ക്രിഞ്ച് കണ്ട് റസ്മിന് പ്രാന്തായി പോയിട്ട് ഉള്ളതായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിന്നീടുള്ളത് മറ്റേ നോറ, അൻസിബ, അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ഋഷി. എങ്ങനെയാണ് നോറ അതിനകത്തേക്ക് നൈസായിട്ട് കയറിയത് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നോറയും അൻസിബയും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഋഷി അക്ഷരം പ്രതി പഠിക്കുന്നു, അനുസരിക്കുന്നു. ആരാണോ അവരുടെ ശത്രുക്കൾ അത് തന്നെയാണ് ഇപ്പോൾ ഋഷിയുടെ ശത്രുക്കൾ. അൻസിബയ്ക്ക് ആരോടാണോ ഇഷ്ടമില്ലാത്തത് ഋഷിക്ക് അവരെ ഇഷ്ടമില്ല. അൻസിബയ്ക്ക് ആർക്കാണോ പണി കൊടുക്കേണ്ടത് ഋഷിക്കും അവർക്കാണ് പണി കൊടുക്കേണ്ടത്. ഇതുപോലെ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു ചെറുക്കനുണ്ടോന്ന് ഞാൻ ചോദിക്കണത്. ചുമ്മാ ഋഷിക്ക് ഒരു കാരണവുമില്ല. അൻസിബ പറയുന്നതല്ലാതെ ഋഷിക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു കാരണവുമില്ല ആർക്കെങ്കിലും എതിരെ പിണങ്ങാനായി. ഇവർക്കിടയിൽ ഇരുന്നാണ് ഋഷി ജാസ്മിൻ തന്നോട് ആവശ്യപ്പെട്ട നെക്സ്റ്റ് റൂമിലേക്കുള്ള എൻട്രിയെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. ഗബ്രി കിടന്ന കട്ടിൽ. അപ്പോൾ അതിനകത്ത് അൻസിബ പറഞ്ഞൊരു കാര്യം എനിക്ക് കണക്റ്റായി. അതിന് ഗബ്രി അവിടെ എപ്പോഴാണ് കിടന്നത്? ഗബ്രി എപ്പോഴും ജാസ്മിൻ്റെ കട്ടിലാണ് വന്ന് കിടന്നത്. അപ്പോൾ അവിടെ തന്നെ കിടന്നാൽ പോരെ, അങ്ങനെയാണ്ടല്ലേ പറഞ്ഞത്. ഏതായാലും അത് വളരെ രസമുണ്ടായിരുന്നു. ഇതിനുശേഷം 9th വീക്കിലെ ക്യാപ്റ്റനായിട്ട് ഋഷി അധികാരമേൽക്കുകയാണ്. ഋഷി അധികാരമേൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറഞ്ഞ കാര്യം ഋഷി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ്, അത് ബിഗ് ബോസിന്റെ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മൊത്തത്തിൽ ഒന്നിനും കൊള്ളത്തില്ലാത്ത താങ്കൾ ഇടയ്ക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്.
ആ ഇടയ്ക്ക് കാണിക്കുന്ന പെർഫോമൻസ് ആണ് താങ്കളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പെർഫോമൻസിലേക്ക് വരില്ലേ എന്നൊക്കെ ചോദിച്ചാണ് ക്യാപ്റ്റനായിട്ടുള്ള ഋഷിക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നത്. ഇതിനുശേഷം പവർ ടീമിനെ തിരഞ്ഞെടുക്കലാണ്. ക്യാപ്റ്റനാണ് പവർ ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം. ഈ ആഴ്ച പല വലിയ പരിപാടികളും പ്ലാൻ ചെയ്യുന്നുണ്ട്. BB ഹോട്ടലുണ്ട്, ചലഞ്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പവർ ടീമാണ് ഹോട്ടലിലെ നടത്തിപ്പുകാർ. അപ്പോൾ പവർ ടീമിലേക്ക് 6 ആളുകളെ എടുക്കണം എന്നുള്ളതാണ് ഋഷിയുടെ ആഗ്രഹം. ബിഗ് ബോസ് 6 ആളുകളോ? അന്നെങ്കിൽ അവനത് പറയട്ടെ, നാട്ടുകാരൊക്കെ കേൾക്കട്ടെ, എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അറിയട്ടെ എന്നുള്ള രീതിയിൽ മിണ്ടാതിരുന്നു. 6 ആളുകളെ പറഞ്ഞു. 6 ആളുകൾ ആരൊക്കെയാണ്? അൻസിബ, നോറ, നന്ദന, സായി, റസ്മിൻ, അഭിഷേക്. 6 ആളുകളെ പറഞ്ഞ് കഴിഞ്ഞപ്പം ബിഗ് ബോസ് ഇത്ര ആളുകളെ പറ്റില്ല, 2 പേരെ മാറ്റുക. അപ്പോൾ ഈ നന്ദനയും സായിയും എൻ്റെ പൊന്നോ പവർ ടീം വേണ്ട എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇരുന്നത്. അപ്പോൾ അവരപ്പം തന്നെ ഇറങ്ങി ഓടി. അതുകൊണ്ട് ഋഷിക്ക് അവിടെ ഒരു പണി വന്നില്ല. ഇപ്പം നന്ദനെ സായി അല്ലാതെ ശ്രീരേഖയോ ശരണ്യോ വല്ലതും ആയിരുന്നുണ്ടെങ്കിൽ ആര് പോയേനെ? അവിടെ ബിഗ് ബോസ് അടുത്ത ടാസ്ക് കൊടുത്ത് ഇവരെ തമ്മിൽ അടുപ്പിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞു വിടേണ്ടി വന്നേനെ. പക്ഷെ അത് അൻസിബയുടെ ഒരു പ്ലാനിൽ പിറന്ന ഒരു പവർ റൂമാണ്. പവർ റൂമിൽ കയറിയ ഒരു ആവേശത്തിൽ പവർ റൂം എന്ന് പറയുന്നത് പകർ റൂമായിട്ട് മാറുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. മറ്റേ അൻസിബ കുറച്ചൊന്ന് അടങ്ങിയിട്ട് പതുക്കെ ഇറക്കുന്നതായിരിക്കും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ ഋഷിക്ക് എല്ലാം കൂടെ ഓർത്ത് വെച്ച് പണിയെടുക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം സ്പീഡിലാണ് അവർ ടീമിലുള്ള എല്ലാവരിലേക്കും ബാക്കിയുള്ള ആളുകളുടെ സാധനങ്ങൾ, കുത്തിത്തിരിപ്പുകൾ ഇങ്ങനെ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രഷർ ആവില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും മറ്റേ ചലഞ്ചേഴ്സ് വരുന്ന സമയത്ത് ഇതെല്ലാം മറന്നിട്ട് ഇവരൊന്നിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇതിനുശേഷം ഗ്രൂപ്പ് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ജാസ്മിന് നെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ജാസ്മിന് നെസ്റ്റ് കൊടുക്കത്തില്ല എന്ന് ഋഷി പറഞ്ഞു. പക്ഷെ അവസാനം ജാസ്മിനുള്ള ടീമിൻ്റെ പേര് നെസ്റ്റ് എന്നാക്കി കൊടുത്തു എന്ന് തോന്നുന്നു. ജിൻഡോ, അർജുൻ, ശ്രീതു എന്നിവർ ഡെൻ ടീമാണ്. അവരാണ് ബാത്റൂം ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്നത്. ജാസ്മിൻ, സിജോ, ശ്രീരേഖ എന്നിവർ നെസ്റ്റ് ടീമിലാണ്. അവരാണ് കിച്ചൺ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സിജോ ആണ് ക്യാപ്റ്റൻ. അപ്സര, ശരണ്യ, നന്ദന, സായി എന്നിവർ ടണൽ റൂമിലാണ്. അവരാണ് ഫ്ലോറിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അൻസിബ പറയുന്നുണ്ട് സായി ഒരു പണി എടുക്കരുത്, ബാക്കിയുള്ള ആളുകൾ എല്ലാ പണിയെടുത്തോണം. അതേപോലെ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്ത് അൻസിബയുടെ ആ ഒരു കാര്യമൊക്കെ ഋഷിയെ പറഞ്ഞ് ധരിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഇതിനുശേഷമാണ് പ്രൊമോയിൽ കണ്ട ജിൻഡോ, ജാസ്മിൻ എന്നിവർ തമ്മിലുള്ള ആ ഒരു വാക്ക് പോരാട്ടം. ജിൻഡോ പറയുകയാണ്, നീ കാരണമാണ് ഗബ്രി പുറത്തേക്ക് പോയത്, ജാസ്മിൻ കാരണമാണ് ഗബ്രി പുറത്തേക്ക് പോയത്. അങ്ങനെ ആയിരിക്കാം, അല്ലാതായിരിക്കാം. അത് മാത്രമാണോ കാരണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല കാരണം, ഗബ്രിയുടെ ഗെയിം രസമുള്ള ഒരു ഗെയിം അല്ലായിരുന്നു. കോംബോ ആണെന്ന് പറഞ്ഞാൽ ഗബ്രിക്ക് കുറച്ചും കൂടെ വേറൊരു രീതിയിൽ കുറച്ച് നൈസായിട്ട് ആ ഗെയിമിനെ അപ്രോച്ച് ചെയ്യായിരുന്നു. ഒത്തിരി സാധ്യതകളുണ്ടായിരുന്നു. ഗബ്രി നല്ലൊരു ഗെയിമറൊക്കെ ആയിരുന്നു. പക്ഷേ ഗബ്രി അത് ഉപയോഗിച്ചില്ല. ഗബ്രി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ തോന്നിയാസം ഒരു ഗെയിം കളിച്ചു. പക്ഷെ അത് പുള്ളിയുടെ സ്വാതന്ത്ര്യമാണ്, അതിനോട് എല്ലാവിധ റെസ്പെക്റ്റും ഉണ്ട്. ഇനി ജാസ്മിൻ ജിൻഡോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ? എന്താണ് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ ജാസ്മിനൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്? അതേപോലെ കുറേ ആൾക്കാർ വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല? പ്രായമായിട്ടുള്ള ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഞാനെന്ത് പ്രതികരിക്കാനാണ്? പ്രായമൊക്കെ ആയി കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഒരു പക്വത കാണിക്കണം. ഇപ്പം പ്രായമില്ല, ബുദ്ധിമോശമുള്ള പിള്ളേരാണ് എന്ന് വിചാരിച്ചിട്ട് ക്ഷമിച്ചു കൊടുക്കണം. അല്ലാതെ അവരുടെയൊക്കെ അടുത്ത് പോയി മെക്കിട്ട് കയറി പ്രായത്തിൻ്റെ പക്വത കാണിക്കാതെ ചുമ്മാ തോന്നിയാസെല്ലാം വിളിച്ചു പറഞ്ഞ് അവരുടെ വായിരിക്കണമൊക്കെ കേൾക്കുന്നതിനകത്ത് എന്ത് സംരക്ഷിക്കാനാണ്? ഇപ്പം നമ്മളാണ് അങ്ങനെ ചെയ്യും. ഒരു പരിധിയിൽ കൂടുതൽ മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ പിള്ളേരുടെ അടുത്ത് നമ്മൾ പോയിട്ട് ചുമ്മാ ഷോ കാണിക്കില്ല. നമ്മൾ ആ ഒരു പ്രായത്തിൻ്റെ പക്വത കൊണ്ട് നൈസായിട്ട് അവിടെ നിന്ന് മാറിപ്പോകും. എന്തിനാണ് വെറുതെ നമ്മളെ അവിടെ ഇട്ട് ചീയിക്കുന്നത്? അപ്പോൾ ജിൻഡോ അവിടെ കിടന്ന് ചീഞ്ഞളിയുന്നത് പോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അല്ലാതെ അതിനകത്ത് വലിയ ഗെയിമൊന്നും എനിക്ക് തോന്നിയില്ല. അതേപോലെ ജാസ്മിൻ സ്കോർ ചെയ്തോ? ജാസ്മിൻ സ്കോർ ചെയ്തില്ല. ജാസ്മിൻ ജിൻഡോയുടെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് ആ ഒരു പ്രായത്തിൻ്റെ പക്വത കാണിക്കാതെ, പ്രായത്തിൻ്റെ പക്വത എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു തലമുറയിൽപ്പെട്ട ആൾ കാണിക്കേണ്ട ഒരു പക്വത ഉണ്ടല്ലോ, അത് കാണിക്കാതെ ഒരുമാതിരി ഒരു ലോ ലെവലായിപ്പോയി. 2 ആൾക്കാരും എന്ത് പറയാനാണ്? മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ തത്രേനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. ആർക്ക് ആ ഒരു സ്ഥാനം കൊടുക്കണമെന്ന് ആലോചിച്ച്. ഇവിടെ സംസാര വിഷയം ഗബ്രിയാണ്. ഗബ്രി കഥകൾ ഉണ്ടാക്കുന്ന ഒരാളല്ല, മുഖത്ത് നോക്കി കാര്യം പറയുന്ന ഒരാളാണ് എന്നൊക്കെ ജാസ്മിൻ വാദിക്കുന്നു. അപ്പം ജിൻഡോ പറയുന്നത് അങ്ങനെയല്ല, നിങ്ങൾ 2 പേരും കൂടെ എന്നെ കുറിച്ചിട്ട് അതും ഇതും പറഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി പറയണ്ടേ? മുഖത്ത് നോക്കിയും പറഞ്ഞിട്ടുണ്ട്, അവർ മാറുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് എന്തുവാണ് ഈ വിഷയം ഉണ്ടാക്കാനുള്ള സംഗതി എന്നുള്ളത് എനിക്കറിയില്ല. പിന്നീട് സിജോ ചോദിക്കുന്നുണ്ട്, ഇത് ജിൻഡോയുടെ ഗെയിമാണോ? ഒരു അവസരം കിട്ടിയപ്പോൾ ഗെയിം ഇറക്കിയതാണ്. അതിപ്പോൾ മറ്റേ ജാസ്മിൻ എവിടെയെങ്കിലും മിണ്ടാതെ മാറിയെന്ന് കഴിഞ്ഞാൽ ജിൻഡോ അവിടേക്ക് ഗെയിമായിട്ട് പോകും. ജിൻഡോയെ പറഞ്ഞിട്ടും കാര്യമില്ല. ജിൻഡോ ആരോട് ഗെയിം കളിക്കാനാണ്? നോറയോട് കളിക്കുമോ? അതേപോലെ തന്നെ സിജോയോട് കളിക്കുമോ?
ജിൻഡോയ്ക്ക് ആകെ കളിക്കാൻ പറ്റുന്ന ഒരാൾ ജാസ്മിനാണ്. പവർ ടീം, പുതിയ ക്യാപ്റ്റൻ, പരിഷ്കാരങ്ങൾ, ഇതുകൊണ്ടൊക്കെ ഡേഞ്ചർ സോണിലായ 2 വ്യക്തികളുണ്ട്, ശരണ്യ ആൻഡ് ശ്രീരേഖ. ഈ 2 ആളുകൾ ഡേഞ്ചർ സോണിലാവുന്നത് എല്ലാവരും കൂടെ എടുത്ത ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. ഇവരുടെ 2 പേരുടെയും ഗെയിമിനെ ബാക്കിയുള്ള ആളുകൾ നോട്ടീസ് ചെയ്തതുകൊണ്ട് ഉണ്ടായ ഒരു സംഭവമാണ്. ശ്രീരേഖ ആൻഡ് ശരണ്യ കുറേ നാളായിട്ട് പവർ റൂം അധികാരങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ് അവർക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. ഇനിയുള്ളത് നോമിനേഷനാണ്. വളരെ സിമ്പിളായിട്ട് പറയാം, ശ്രീരേഖ 9 വോട്ടുകളോടെ നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. ആക്ടിങ് ഓക്കെയാണ്, പക്ഷേ ഗെയിമിൽ വല്ലാതെ പേടിക്കുന്നു എന്നുള്ളതാണ് സിജോ പറയുന്നത്. വീക്കാണ്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഗെയിമാണ്, കഥയുണ്ടാക്കുന്ന ഒരാളാണ് എന്ന് നന്ദന പറയുന്നു. ക്ലാരിറ്റി ഇല്ല ഗെയിമിൽ, ഇൻവിസിബിൾ ആണ്, BB മെറ്റീരിയൽ അല്ല എന്ന് അഭിഷേക് പറയുന്നു. ഇമോഷണൽ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്നും പറയുന്നുണ്ട്. അൻസിബയാണ്. ഇപ്പോൾ ഇമോഷണൽ സ്ട്രാറ്റജി, സൈക്കോളജി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ മോശമായിട്ട് യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് അൻസിബയുടെ ആരോപണം. വലിയ കലിപ്പ് അൻസിബയ്ക്ക് എന്തോ ശ്രീരേഖയോടുണ്ട്. രാവിലെ മുതൽ ശ്രീരേഖയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്സര 2 വോട്ടുകളോടെ നോമിനേറ്റഡ് ആയി. ശ്രീതു ആൻഡ് സിജോ ആണ് അപ്സരയെ നോമിനേറ്റ് ചെയ്തത്. ഗെയിം ഇങ്ങനെ ഡൗൺ ആയിട്ട് വരുന്നു. പവർ ഉണ്ടെങ്കിൽ, ക്യാപ്റ്റനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംസാരിക്കും. ക്യാപ്റ്റൻസി പോയപ്പോൾ തൊട്ട് വളരെ ലോ ഗ്രാഫാണ്. ശ്രീതു 7 വോട്ടുകളോടെ നോമിനേറ്റഡ് ആയി. ഭാഗ്യം കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഔട്ട്പുട്ട് ഗെയിമിൽ തരുന്നില്ല. സേഫ് ഗെയിമാണ്, ഒതുങ്ങിക്കൂടുന്ന ആളാണ്, ഇൻവിസിബിൾ ആണ്, ഒളിച്ചിരിക്കുന്നു, ഒരു സ്റ്റാൻഡും ഇല്ല, ന്യൂട്രൽ ആണ് എന്നൊക്കെയാണ് കണ്ടസ്റ്റൻസ് ശ്രീധുവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ. ജിൻഡോ 3 വോട്ടുകളോടെ നോമിനേറ്റഡ് ആയി. കളിക്കുന്ന രീതി ജാസ്മിന് ഇഷ്ടമല്ല, നിലപാടിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് ശ്രീരേഖ പറയുന്നു. സ്ത്രീവിരുദ്ധത കാര്യമായി തന്നെ ഉണ്ട് എന്ന് നോറ പറയുന്നു. ആണുങ്ങളാണെങ്കിൽ വിയർക്കും എന്നൊക്കെ പറഞ്ഞത് ഞാനും കേട്ടിരുന്നു. അതിപ്പോൾ എല്ലാ ആൾക്കാരും വിയർക്കും, അതൊക്കെ എന്ത് സ്ത്രീവിരുദ്ധത, അതൊക്കെ വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതല്ലേ. പിന്നെ നോറ അത് അങ്ങനെ എടുത്ത് ആ രീതിയിൽ ഉപയോഗിച്ചു, അത് അവരുടെ ഗെയിം. 3 വോട്ടുകളോടെ സിജോ നോമിനേറ്റഡ് ആയി. ഒന്നുമില്ല, മറ്റേ തീ കത്തിക്കുന്ന കാര്യം പറഞ്ഞു, കത്തിയില്ല. അത് പല ആളുകൾക്കും വലിയ പ്രശ്നമാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല, കാട്ടുതീയില്ല, കത്തുന്നില്ല. നന്ദൻ 5 വോട്ടുകളോടെ നോമിനേറ്റഡ് ആയി. ഇമ്മച്വറാണ്, ഗെയിം ഒന്നുമില്ല, ജനവിധി തേടിയിട്ടില്ല എന്ന് ജിൻഡോ പറയുന്നുണ്ട്. കളിച്ച് ചിരിച്ച് നടക്കുന്നു, ഗെയിമറായിട്ട് തോന്നുന്നില്ല, ഗ്രാഫ് താഴെ പോകുന്നു, അനാവശ്യമായിട്ട് വള്ളി പിടിക്കുന്നു. അർജുൻ 1 വോട്ടോടെ നോമിനേറ്റ് ആയി. ശ്രീരേഖയാണ് നോമിനേറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഗ്രൂപ്പിൻ്റെ കൂടെ കളിക്കുന്നു, അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞിട്ട്. ഇതിൽ ഏറ്റവും സർപ്രൈസ്ഡ് ആയത് ജാസ്മിനാണ്. ജാസ്മിനെ ആരും നോമിനേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അർജുൻ 1 വോട്ട് കിട്ടിയെങ്കിലും നോമിനേറ്റഡ് ആയിട്ടില്ല. അവർ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഗബ്രി പോയപ്പോൾ തന്നെ ജാസ്മിൻ്റെ ഗെയിമല്ല മാറിയത്, ബാക്കിയുള്ള ആൾക്കാരുടെ ഗെയിമാണ് മാറിയത്. അല്ല എന്നുണ്ടെങ്കിൽ ഗബ്രിയുടെ ജാസ്മിൻ്റെ വായിലേക്ക് നോക്കി അവരെ നോമിനേറ്റ് ചെയ്ത് അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആകുലപ്പെട്ടുകൊണ്ടിരുന്നതിനെ ഈ കണ്ടസ്റ്റൻസ്. ഏതായാലും പിന്നീട് ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു. ലോയിഡ് AC-യുടെ സ്പോൺസർ ടാസ്ക് ആയിരുന്നു, ഞാൻ സ്കിപ്പ് ചെയ്തു. അതിനുശേഷം BB ഹോട്ടലിൻ്റെ കാര്യം അനൗൺസ് ചെയ്യുകയാണ്. BB ഹോട്ടലിൻ്റെ നടത്തിപ്പുകാർ പവർ ടീമാണ്. അതിലേക്ക് ജോലിക്കാരായിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരമാണ്. 24 അവർ കിച്ചൺ പരിപാടികളൊക്കെ ഉണ്ട്. വൈകിട്ട് തട്ടുകട ഒരുങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് BB ക്യാഷുകൾ വാരി എറിയുന്ന ചലഞ്ചേഴ്സ് ആയിരിക്കും വരുന്നത്. ഗസ്റ്റുകൾ, ചലഞ്ചേഴ്സ് അല്ല, ഗസ്റ്റുകളായിരിക്കും വരുന്നത്. ഏതായാലും തീ പാറുന്ന ദിനങ്ങളാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, കാട്ടുതീ, സിജോയുടെ കാട്ടുതീ പോലെ ആവാതിരുന്നാൽ മതി, പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.